കോട്ടയം നിലമ്പേരൂർ പടയണി ഉത്സവം സമാപിച്ചു. തിരുവോണത്തിന് ശേഷമുള്ള 16 ദിവസങ്ങളിലാണ് പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പടയണി നടത്തുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പടയണി ഇന്നും പഴമയൊട്ടും ചോരാതെയാണ് നിലമ്പേരൂരിൽ നടത്തപ്പെടുന്നത്. കാണികളും കൂടി ഉൾപ്പെടുന്ന അനുഷ്ഠാന കലയാണ് പടയണി. യുദ്ധത്തിലെന്ന പോലെ ജനങ്ങളും പടയണി ഉത്സവത്തിൽ അണിനിരക്കും. AD 492 ചേരമാൻ പെരുമാളിന്റെ സന്ദർശനത്തോടെയാണ് നീലംപേരൂരിൽ പടയണി ഉത്സവത്തിന് തുടക്കമായത്. ഓണത്തോടനുബന്ധിച്ച് 16 ദിവസങ്ങളിലായി നടക്കുന്ന പടയണി കാർഷിക ഉത്സവമായും പ്രകൃതിയോടുള്ള ആരാധനയായും ഈ നാട്ടുകാർ കൊണ്ടാടുന്നു. അഗ്നി ആരാധനയോടെ തുടങ്ങുന്ന പടയണി പൂമരം പൂക്കുട രൂപങ്ങളായും അവസാന ദിനങ്ങളിൽ പ്ലാവിലക്കോലമായും അരങ്ങിലെത്തും. ഒരു നാടിന്റെ ചരിത്രത്തിനൊപ്പം ഇടചേർന്ന ജനകീയ ഉത്സവമാണ് നീലംപേരൂർ പടയണി. നീലംപേരൂർ പൂരം പടയണി കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പടയണിയാണ്. ഇതൊരു വലിയ കാർഷിക ഉത്സവമാണ്, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്, അതോടൊപ്പം പ്രകൃതിയോടുള്ള ആരാധനയാണ്. യുവതലമുറയെ പ്രകൃതിയോടടുപ്പിക്കുകയാണ് ഈ കലാരൂപം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതും പടയണിപ്പറമ്പിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാകും കാലമേറെ കഴിഞ്ഞിട്ടും ഇന്നും ഈ ഉത്സവത്തെ പൊലിമ ചോരാതെ ഈ നാട് നെഞ്ചേറ്റുന്നത്. നീലംപേരൂർക്കാർക്കിനി കാത്തിരിപ്പാണ്. അടുത്ത ഓണത്തിന് ശേഷമുള്ള പടയണി ഉത്സവത്തിനായുള്ള കാത്തിരിപ്പ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.